2 ദിവസം കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയില്ല. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നാണ് ഈ വീഡിയോ കാണണമെന്ന് ഇവർ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ വക്കീലന്മാർ പറഞ്ഞപ്പോൾ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്ന് പച്ചയ്ക്ക് അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം. ഇതേ മനുഷ്യൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹർജി ഫയൽ ചെയ്യണം, ഇങ്ങനെ മെൻഷൻ ചെയ്ത് വരരുത്, നമ്മൾ രജിസ്ട്രിയിൽ ഇത് ഇല്ലല്ലോ, ഈ ഹർജി വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എത്ര പെട്ടെന്ന് ആൾ മാറിയെന്നറിയോ. എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് തന്നെയാണ് സംവിധാനം, എന്താണ് അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിനനുസരിച്ച് വിധി പറയുക, കാര്യങ്ങൾ വിശകലനം ചെയ്യുക. ജഡ്ജിമാർ അങ്ങനെ തന്നെയാണ്. എല്ലാ ജഡ്ജിമാരും എപ്പോഴും അങ്ങനെയാണ് പറയുന്നില്ല, പക്ഷേ ജഡ്ജിമാർ തന്നെ ഇതിനെല്ലാം മാറി നിന്നും നീതിയുടെ മാത്രമായിട്ടുള്ള ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളല്ല. സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് അവരുടെ നിലപാടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സൂര്യകാന്ത് മിശ്രയുടെ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ എവല്യൂഷൻ പരിണാമം നോക്കിയാൽ മതി. ഈ മനുഷ്യൻ വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടാണ് ഈ പാർട്ടി ഉണ്ടായത്, CJP ഉണ്ടായത്. അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ തല്ല് കിട്ടിയപ്പം അത് നോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതാണ് അതിനേക്കാൾ വലിയ ട്രിഗർ ഉണ്ടായത്. നൽസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ലോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടുത്തെ 75 കുട്ടികളാണ് ആദ്യം ഇതിൽ ഒപ്പിട്ടത്. പിന്നെ അത് വളർന്ന് 400 കുട്ടികൾ അതിനകത്ത് ഒപ്പിട്ടു. അപ്പോൾ ഈ BCI ചെയർമാൻ പറയുകയാണ് ഇവന്മാർ എവിടെയും എൻറോൾ ചെയ്യാൻ പറ്റില്ല, എല്ലാ സംസ്ഥാന ബാർ കൗൺസിലുകളിലും കത്തയക്കുകയാണ് ആൾ. ഈ BCI എന്താണ് ബാർ കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം, അവർ നീതിയുടെ ഈ പ്രൊഫഷൻ്റെ കാവലാളുകളായി നിൽക്കേണ്ട ആളുകളല്ലേ. ഇതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള, അതിൽ ചെക്ക് ആൻഡ് ബാലൻസ് കൊണ്ടുവരാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു എന്താണ് ക്വസൈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറയുന്ന BCI എന്ന് പറയുന്ന സംസ്ഥാന ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ വിചിത്രമായ സംഗതികൾ പല ബാർ കൗൺസിലും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഭീകരവാദ കേസുകൾ, സോ കോൾഡ് ഭീകരവാദ കേസുകളിൽ പ്രതികളായ ആളുകൾക്കുണ്ട്. ഞങ്ങൾ ബാർ കൗൺസിലിൽ നിന്ന് ഒരൊറ്റ വക്കീലും ഇതിനു വേണ്ടി അപ്പിയർ ചെയ്യില്ല എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ബാർ കൗൺസിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പ്രൊഫഷൻ എന്തൊരു മണ്ടത്തരാണിത്. ഒരു ഡോക്ടർ പറയുകയാണ് ഒരു തീവ്രവാദി ആക്രമണത്തിൽ പരിക്കുപറ്റ ആക്രമണകാരിയായിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാൾ പരിക്കുപറ്റി വരുമ്പോൾ ഞാൻ അവന് ചികിത്സ കൊടുക്കില്ല എന്ന് ഡോക്ടർ പറയുന്നത് പോലെയാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കേസ് ഞങ്ങൾ വാദിക്കില്ല, അങ്ങനെ ഞങ്ങൾ ബാർ കൗൺസിൽ ആരും വാദിക്കില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം ഇന്ത്യയിലെ പല ബാർ കൗൺസിലുകൾക്കുണ്ട്. അതിൻ്റെ ഏറ്റവും മാരകമായ വേർഷനാണ് ഈ പറയുന്നത്. ഈ പിള്ളേരെ എൻറോൾ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആൾ കത്തയക്കുകയാണ്, ഇൻഡാസ് എടുക്കുന്നു, അടുത്ത നിമിഷം തന്നെ അത് പിൻവലിയേണ്ടി വരുന്നു. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അത് പുറത്ത് ആ കുട്ടികളല്ല പ്രശ്നക്കാർ, ചില അധ്യാപകരും പുറത്തുനിന്നുള്ള ചില ആളുകളും അവരെ വഴിതെറ്റിച്ചതാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുന്നേ ആളിങ്ങനെ ഓരോ ദിവസവും ഉരുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇതേ CJയുടെ ഭാഗത്ത് ചെകിടത്ത് നടിയിട്ട് ഈ CJയ്ക്കും മനസ്സിലായി ആ കുട്ടികളെന്താ പറഞ്ഞ നോക്കല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ കോൺവെക്കേഷന് CJI വരുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസറാണ് CJI എന്ന് പറയുമ്പോൾ. അദ്ദേഹം ഞങ്ങൾക്ക് ബിരുദം സമ്മാനിക്കാൻ വേണ്ടി വരുമ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദിക്കേണ്ട ഒരു സന്ദർഭമല്ലേ. കാരണം അതിലും വലിയൊരാൾ അവർക്ക് ബിരുദം തരാനില്ലല്ലോ ഇന്ത്യയിൽ. അവർക്ക് ലഭിക്കാവുന്ന ദ ബെസ്റ്റ് ഗസ്റ്റാണ്. അങ്ങേര് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും മനസ്സിലാവും CJIക്ക് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ അവരെന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നവർ പറയുന്നു. അത് ഒപ്പിട്ടിട്ട് യൂണിവേഴ്സിറ്റി അധികൃതർ നിവേദനമായിട്ട് കൊടുക്കുന്നു. അതിലും വലിയൊരു ഇൻസൾട്ട് എന്താണ് ഒരു CJIക്ക് കിട്ടാനുള്ളത്? അടുത്ത തലമുറ അഭിഭാഷകരാണ്, അല്ലെ അടുത്ത തലമുറ ജുഡീഷ്യൽ ഓഫീസേഴ്സായിട്ട് വരുന്ന ചെറുപ്പക്കാരാണിവർ. അവർ പറയാണ് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വരണ്ട. ഒരു ചീഫ് ജസ്റ്റിസിന് കിട്ടാവുന്ന ഏറ്റവും മാരകമായിട്ടുള്ള പ്രഹരശേഷിയിട്ടുള്ള മുഖത്തടിയാണത്. ആ അടി CJIക്ക് കിട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി ആ അടിയുടെ അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നുള്ളത്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഈ BCI ചെയർമാന് അത് വേറെ നിലക്കാണ് അയാൾ മനസ്സിലാക്കിയത്. അയാൾക്ക് അപ്പം CJI ഒക്കെ ഈ നിലപാടുകളൊക്കെ സ്വീകരിച്ച് അദ്ദേഹം തിരുത്താൻ സന്നദ്ധനാവുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ഒരു ആൻറ്റിന് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ആഹ്ലാദകര സന്തോഷകരമായുള്ള കാര്യമാണ്.